പടം കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല മനോഹരമായിട്ടൊരു പടം. എന്താ പറയുക, ഓണത്തിന് ഫാമിലിയായിട്ട് ചിരിച്ചിറങ്ങാൻ പറ്റിയ നല്ലൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഓടുകുതിര ചാടുകുതിര ആ ടൈറ്റിൽ തന്നെയുണ്ട്. ഒരു ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊരു സാധനമാണിത്. എന്താ പറയുക, ഒരു എല്ലാവർക്കും എടുത്തു പറയാനുള്ള ലാൽ സാറിൻ്റെ പെർഫോമൻസ് എൻ്റെ പൊന്നെ ഇജാതി. പുള്ളിക്കാരൻ്റെ ഓരോ സീനിലും കയ്യടി ചിരി വേണം. അത്ര എൻ്റർടൈനിങ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഉറപ്പായി പണ്ടത്തെ കുറേ സിനിമകൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ. തിയേറ്ററിൽ ചിരിയാണ്, അദ്ദേഹം വന്ന ചിരിയാണ്. അപ്പോൾ സാധ്യതയുണ്ട്. കാരണം എനിക്കത് ഫാമിലി ആയിട്ട് തൂക്കാനായിട്ട് ചാൻസ് ഉള്ള പടമാണ് ഓടുകുതിര ചാടുകുതിര. ഗംഭീരമായിട്ടുണ്ട്. നല്ലൊരു ഫിലിമാണ്. തിയേറ്ററിൽ തന്നെ ഫാമിലി ആയിട്ടൊന്ന് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. പടം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു നീറ്റൊരു എൻ്റർടൈനർ. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. ഫഹദ് ഫാസിൽ ആസ്യൂഷൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൽ പുള്ളിക്കാരൻ്റെ കോമഡീസ് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. പിന്നെ ഫോട്ടും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ആക്ടർ വന്ന രേവതി ചേച്ചി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. സൂപ്പർ കോമഡി. നല്ല പടം, സൂപ്പർ ഹിറ്റ് ആവും. എന്തോ ഓൾവേസ് ഗ്രേറ്റ്, വൺ ഓഫ് ഹിസ് ബെസ്റ്റ്. അടിപൊളി അടിപൊളി സൂപ്പർ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരെയും ഏതൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പോലുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ അവിടെ പഴയ വൺ മാൻ ഷോൻ്റെ ഒക്കെ ഒരു രീതിയിലുള്ള ആ ഒരു മീറ്റർ, ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഭയങ്കര എനിക്ക് കുറച്ച് ചെറിയ റോള് ചെയ്തു എന്നല്ലാണ്ട് ഇതെങ്ങനെയാണ് കഥ, മൂവി എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്തു. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഡെഫിനറ്റ്ലി പ്ലീസ്. അത് അൽത്താഫിൻ്റെ കൂടെ പടത്തിൽ അഭിനയിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞണ്ട് കണ്ടതിന് ശേഷം ഭയങ്കര ആഗ്രഹമുള്ളായിരുന്നു. അപ്പോൾ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഭയങ്കര രസമായിട്ട് അൽത്താഫ് ചെയ്തിട്ടുണ്ട്.